ഇന്ന് തങ്കയങ്കി ചാർത്തി ദീപാരാധന വൈകിട്ട് നടക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ തങ്കയങ്കി സ്വീകരിക്കാൻ? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, ശരംകുത്തിയിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്ര സ്വീകരണത്തിന് വേണ്ടി ശരംകുത്തിയിലേക്ക് എത്തും. ശരംകുത്തിയിലാണ് ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള ആചാരപരമായിട്ടുള്ള സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. അവസാനവട്ട തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര എത്തും. ശരംകുത്തി മുതൽ സന്നിധാനം വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ, ശബരിമല തീർത്ഥാടകർ ഈ തങ്കയങ്കി ഘോഷയാത്രയെ ദർശിക്കുന്നതിന് വേണ്ടി, ഭഗവാന്റെ തങ്കയങ്കി ഒരു കാണുന്നതിന് വേണ്ടി മണിക്കൂറുകളായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് ശേഷം തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തുന്ന 5 മണി വരെയുള്ള സമയത്ത് പമ്പയിൽ നിന്നും തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമില്ല. അവരെ പമ്പയിൽ തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ധാരാളമായിട്ട് തീർത്ഥാടകർ മല കയറി മുകളിലേക്ക് വരും. 5 മണി മുതലുള്ള സമയത്ത് പ്രവേശനം തീർത്ഥാടകർക്ക് ഉണ്ടാകും. ഇനിയുള്ളത് ഇന്ന് 18-ാം പടിക്ക് താഴെ നടപ്പന്തലുകളിൽ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടി കയറി തങ്കയങ്കി ചാർത്തിയ, തങ്കയങ്കി വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പ ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അതിനുള്ള മണിക്കൂറുകളാണ് ഇനി ഉള്ളത്. 6:40 ശേഷം ദീപാരാധനയ്ക്ക് ശേഷമുള്ള സമയം. ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ശരംകുത്തിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്ര എത്തുമ്പോൾ ആചാരപരമായിട്ടുള്ള വരവേൽപ്പ് ഇവിടെ ഉണ്ടാകും. ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള, പോലീസിന്റെ നേതൃത്വത്തിലുള്ള സ്വീകരണമാണ് ഇവിടെ ശരംകുത്തിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഘോഷയാത്ര സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 18-ാം പടി കയറി കൊടിമര ചുവട്ടിലെത്തുമ്പോൾ അവിടെ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലുള്ള സ്വീകരണം ഉണ്ടാകും. തുടർന്ന് സോപാനത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഘോഷയാത്രയെ വരവേറ്റു തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ ഭഗവാന് ചാർത്തിയുള്ള ഘോഷയാത്ര 6 മണിയോടുകൂടി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. 6:40 ദീപാരാധന. ഒരു വർഷത്തോളമായിട്ട് ശബരിമല ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നോറ്റിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് ഇനിയുള്ളത്. ഏറ്റവും വിശിഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. മണ്ഡലകാലത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ നാളെ നടക്കുമ്പോൾ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ദിവസങ്ങളിലേക്ക്, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മണിക്കൂറുകളിലേക്കാണ് കിടക്കുന്നത്. ഓരോ മണ്ഡലകാലത്തും ഭക്തജനങ്ങൾ ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ഒരു പുണ്യ നിമിഷത്തിലൂടെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ കടന്നു പോകുന്നത്. സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ഭഗവാനെ ദർശിക്കുക, ആ ദർശന പുണ്യ സായുജ്യം നേടുക, അതിനുവേണ്ടിയുള്ള മണിക്കൂറുകളായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങളെല്ലാം. 6:40 ദീപാരാധനയ്ക്ക് ശേഷം അതിനുള്ള അവസരം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ആ കാത്തിരിപ്പിന്റെ പുണ്യ നിമിഷങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകൾ എല്ലാം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടച്ചു. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ചാൽ പിന്നീട് 3 മണിക്ക് നട തുറക്കുന്നതാണ്. ഇന്ന് 5 മണിക്ക് ആണ് നട തുറക്കുന്നത്. നട തുറന്നു. പക്ഷേ 5 മണിക്ക് നട തുറന്നാലും 18-ാം പടി കയറുന്നതിനുള്ള അവസരം ഭക്തജനങ്ങൾക്ക് ഉണ്ടാവില്ല. അത് ദീപാരാധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാകും. ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള വിശിഷ്ടമായിട്ടുള്ള ദീപാരാധന, ആചാരപരമായിട്ടുള്ള ദീപാരാധന ആയതുകൊണ്ട് തന്നെ 6:40 ദീപാരാധന കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും 18-ാം പടി കയറുന്നതിനുള്ള അവസരം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള, ആ പുണ്യ മണിക്കൂറുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ എല്ലാവരും. 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലുകളിലെല്ലാം ഭക്തജനങ്ങൾ മണിക്കൂറുകളായിട്ട് 1 മണിക്ക് ശേഷം എത്തിയ ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനി ഉള്ളതെല്ലാം. ശരംകുത്തിയിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫയർഫോഴ്സിന്റെയും മറ്റു വിഭാഗങ്ങളുടെയും എല്ലാവരുടെയും നേതൃത്വത്തിലുള്ള ആ തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ എല്ലാം ശരംകുത്തിയിൽ പൂർത്തിയായിട്ടുണ്ട്. ആ വരവേൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അയ്യപ്പ ഭക്തർ ഇവിടെ ശരംകുത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. മണിക്കൂറുകളായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ ധാരാളമായി എത്തിയിരിക്കുന്ന ദിവസങ്ങളാണ് ഇന്നും നാളെയുമൊക്കെ, ഇന്നലെയുമൊക്കെ. അതുകൊണ്ട് തന്നെ അവരെല്ലാം ശരംകുത്തി മുതൽ സന്നിധാനം വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ നിലയുറപ്പിക്കുകയാണ് ഈ ഘോഷയാത്ര ദർശിക്കുന്നതിന് വേണ്ടി. ആ ഘോഷയാത്ര ദർശിച്ച് തങ്കയങ്കി ദർശിച്ച് തിരികെ മല ഇറങ്ങുന്നതിന് വേണ്ടിയൊക്കെ കാത്തു നിൽക്കുന്ന, ഇവിടെ ദർശനം കഴിഞ്ഞ് നിൽക്കുന്ന ഭക്തജനങ്ങളും ഈ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ട്. 6:40 ദീപാരാധനയ്ക്ക് ശേഷം സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള, ആ തങ്കയങ്കി വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പ ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനി ഉള്ളതെല്ലാം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇവിടേക്ക് എത്തും. ശബരിപീഠത്ത് അല്പസമയം വിശ്രമം ഉണ്ടായിരുന്നു. അതിനുശേഷം മരക്കൂട്ടത്തും അല്പസമയം വിശ്രമം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര എത്തും. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ ശരംകുത്തിയിൽ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന കാഴ്ച. പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട അവസാനപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് നിലയുറപ്പിക്കുന്ന ആ കാഴ്ച ദൃശ്യങ്ങളിൽ കാണാം.
അങ്ങനെ അവരെല്ലാം മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുകയാണ് ആ ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി. ഘോഷയാത്രയെ വരവേറ്റ് അയ്യപ്പസ്വാമിയുടെ തങ്കയങ്കി ഒരു നോക്ക് ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ് ഇനി ഉള്ളതെല്ലാം. നാളെയും മണ്ഡലപൂജ 41 ദിവസത്തെ ഈ തവണത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ നാളെ ഉച്ചയ്ക്ക് 12-നും 12:30 ഇടയ്ക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ നടക്കുമ്പോൾ ഈ തവണത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും. പിന്നീട് 11 മണിക്ക് സാധാരണ ഗതിയിലെന്ന പോലെ തന്നെ, സാധാരണ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ നാളെയും രാത്രി 11 മണിക്കാണ് ഹരിവരാസനം പാടി നടയടയ്ക്കുക. അങ്ങനെ ഈ തവണത്തെ 41 ദിവസത്തെ മണ്ഡലകാലത്തിനും സമാപനമാകും. പിന്നീട് 30-ാം തീയതി ഡിസംബർ 30-ാം തീയതിയാണ് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള നട തുറക്കുക. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ പുണ്യ നാളുകളാണ്, ആ ദിവസങ്ങളാണ് ഇനി 30-ാം തീയതി മുതൽ ഡിസംബർ 30-ാം തീയതി മുതലുള്ള ദിവസങ്ങൾ. അങ്ങനെ ഈ തവണത്തെ മകരവിളക്ക് ആ കാലഘട്ടത്തിൽ മണ്ഡലകാലത്തിന് 41 ദിവസത്തെ വ്രതം നോറ്റുള്ള കഠിന വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ട് ശരീരത്തിലും മനസ്സിലും അയ്യപ്പസ്വാമിയെ മാത്രം ആവാഹിച്ച് അയ്യപ്പസ്വാമിയുടെ ശരണമന്ത്രങ്ങൾ മാത്രം മുഖരിതമായിട്ടുള്ള വഴിത്താരകളും ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങി നിന്ന ആ വീടുകളും ഭവനങ്ങളും കുടുംബങ്ങളും എല്ലാം ആയിട്ടുള്ള ആ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആ മണ്ഡല പൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള ആ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര. ആ തങ്കയങ്കി വണങ്ങുന്നതിന് വേണ്ടി വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ആ പുണ്യ സായുജ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പായിരുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മുതൽ ഈ വഴിത്താരകളിലെല്ലാം സന്നിധാനം വരെയുള്ള വഴിത്താരകളിലെല്ലാം ആളുകൾ ഭക്തജനങ്ങൾ ഓരോ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലും കാത്തിരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്ന വഴിത്താരകളിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യം. റോഡുകൾക്ക് ഇരുവശവും വലിയ നിറപറയും നിലവിളക്കും വാദ്യമേളങ്ങളും ഒക്കെ ഒരുക്കി ഭക്തജനങ്ങൾ മണിക്കൂറുകളോളം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച കഴിഞ്ഞ 4 ദിവസങ്ങളിൽ കണ്ടതാണ്. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഈ തങ്കയങ്കി നീങ്ങുന്നതിന് വളരെ സാവധാനത്തിൽ മാത്രം നീങ്ങാൻ കഴിയുന്ന കാഴ്ച. നേർച്ചകൾ സമർപ്പിക്കുന്നതിന്, വഴിപാടുകൾ സമർപ്പിക്കുന്നത്, അയ്യപ്പസ്വാമിയുടെ പ്രസാദം ഏറ്റുവാങ്ങുന്നതിനുമൊക്കെ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്ന കാഴ്ച കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ദിവസമായി ഘോഷയാത്ര പ്രയാണം നടത്തിയ വീഥികളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോ വർഷവും ഭക്തജനങ്ങൾ ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 4 ദിവസങ്ങൾ. ആ ദിവസങ്ങളുടെ പരിസമാപ്തി അവസാനം ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ആ തങ്കയങ്കി ചാർത്തി തങ്കയങ്കി വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടിയുള്ള ആ പുണ്യ നിമിഷത്തിന്റെ മണിക്കൂറുകളാണ് ഇനിയുള്ള 2 ദിവസം, ഇനിയുള്ള മണിക്കൂറുകൾ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുമായിട്ടാണ് ഈ നടപ്പന്തൽ 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലുകളിൽ വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ കാത്തിരുന്ന് കണ്ണു നിറയെ ആ തങ്കയങ്കി വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പ് ഇനി 6:40 വരെ മാത്രമാണ് നീളുക. അവർക്ക് 6:40-ന് പടികേറി 18-ാം പടികേറി സ്വാമി മന്ത്രമുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഭക്തി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ സന്നിധാനത്ത് ഭക്തിയിൽ ലയിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ കാണുന്നതിനുള്ള അവസരം 6:40-ന് ശേഷം വിശിഷ്ടമായിട്ടുള്ള ഇന്നത്തെ ദീപാരാധനയ്ക്ക് ശേഷം ഉണ്ടാകും. വിശിഷ്ടമായിട്ടുള്ള ആ ചടങ്ങുകൾ 6:30 ആരംഭിക്കും. തങ്കയങ്കി ഏറ്റുവാങ്ങി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അയ്യപ്പസ്വാമിയെ ചാർത്തി വിശിഷ്ടമായിട്ടുള്ള ദീപാരാധന ഇന്ന് വൈകിട്ട് നടക്കും. അതിനുശേഷം ഓരോ ഭക്തജനങ്ങൾക്കും മനസ്സിൽ അയ്യപ്പസ്വാമിയെ മാത്രം ഭജിക്കുന്ന ആ ഭക്തജനങ്ങൾ അവർ കൺകുളിർക്കെ ആ ദിവ്യരൂപം, തങ്കയങ്കി ചാർത്തിയ ആ ദിവ്യരൂപം കണ്ട് തൊഴും, കണ്ട് പുണ്യം നേടും, കണ്ട് ഒരു വർഷത്തെ നിർവൃതി നേടും. ഇനി അടുത്ത വർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അടുത്ത വർഷം ഇതേ സമയം തങ്കയങ്കി വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെയും തങ്കയങ്കി ഘോഷയാത്രയുടെ വരവേൽപ്പും ഒക്കെ വേണ്ടി അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ഒരു വർഷം. അങ്ങനെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള അശ്രാന്തമായിട്ടുള്ള മണിക്കൂറുകൾ പിന്നിട്ടുള്ള ആ കാത്തിരിക്കുന്ന ജനങ്ങളെയാണ് എനിക്ക് ഇപ്പുറത്ത് ശരംകുത്തിയിൽ വിവിധ ഭാഗങ്ങളിൽ കാണുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിയ ഭക്തജനങ്ങൾ രാവിലെയും ഒക്കെ ധാരാളമായിട്ട് സന്നിധാനത്ത് ഉണ്ടായിരുന്നു. തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. കാരണം ഇവിടെ തമ്പടിക്കുന്ന ഭക്തജനങ്ങൾ ധാരാളമായിരുന്നു. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളൊക്കെ തമിഴ്നാട്, തെലുങ്ക്, കർണാടക തുടങ്ങിയ ഭാഷകളിലൊക്കെ എത്രയും വേഗം ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങൾ തിരികെ പമ്പയിലേക്ക് മടങ്ങണം എന്നുള്ള അനൗൺസ്മെന്റ് രാവിലെ മുതൽ തന്നെ തുടർച്ചയായി ഉത്തരവാദിത്തപ്പെട്ടവരുടെ ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. രാവിലെ 6 മണി മുതൽ ഏകദേശം 11 മണി വരെയുള്ള സമയത്ത് സന്നിധാനത്ത് തുടർച്ചയായി മുഴങ്ങിക്കേട്ടത് ഈ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. വിവിധ ഭാഷകളിൽ എത്രയും വേഗം തന്നെ പമ്പയിലേക്ക് ദർശനം പൂർത്തിയാക്കിയവർ മടങ്ങണം എന്നുള്ള ഒരു അനൗൺസ്മെന്റ്. കാരണം ഇവിടെ തിരക്ക് നിയന്ത്രണം
നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള ദൗത്യമായിരുന്നു. അതുകൊണ്ടാണ് എത്രയും വേഗം തന്നെ ദർശനം പൂർത്തിയാക്കിയവരെ തിരികെ പമ്പയിലേക്ക് മടക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നത്. പിന്നീട് 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് ഭക്തർക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ സന്നിധാനത്ത് തിരക്ക് ഒട്ടുമില്ല. ഇനി വരും മണിക്കൂറുകളിൽ തിരക്ക് ഉണ്ടാകും. അവിടെയുള്ള ഭക്തജനങ്ങൾ, അവിടെ പമ്പയിൽ തടഞ്ഞിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം 5 മണിക്ക് ശേഷം സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കും, കടത്തിവിടും. ധാരാളമായി ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ഭക്തജനങ്ങളുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ തങ്കയങ്കി വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള പുണ്യ മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അവർക്കെല്ലാവർക്കും ഉള്ളത്. അതൊരു കാത്തിരിപ്പല്ല, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർവൃതി നൽകുന്ന നിമിഷങ്ങളാണ്. ഏറ്റവും നിർവൃതിയോടുകൂടി തിരികെ അയ്യപ്പസ്വാമിയെ ദർശിച്ച് മടങ്ങുന്നതിനുള്ള അവസരത്തിന്റെ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം. ഇതുവരെയും ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര എത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശരംകുത്തിയിലേക്ക് ഘോഷയാത്ര എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തൊട്ടടുത്ത് ഘോഷയാത്രയുടെ വിശ്രമമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. സമയക്രമം പരമാവധി പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 3:30 തന്നെ പമ്പയിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെട്ടു. പമ്പയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്വീകരണം ഉണ്ടായിരുന്നു. ഭക്തർക്ക് ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് ഒപ്പം വലിയ സ്വീകരണം ഏറ്റുവാങ്ങി. ഒപ്പം 2 മണിക്കൂറോളം അവിടെ തങ്കയങ്കി ദർശിക്കുന്നതിനുള്ള സൗകര്യവുമെല്ലാം പമ്പയിൽ ഒരുക്കിയിരുന്നു. ആ സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങി കൃത്യം 3:30 തന്നെ മല കയറി മുകളിലേക്ക് ഘോഷയാത്രയുടെ പ്രയാണം ആരംഭിച്ചു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, ഇതിന് മീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ശരംകുത്തിക്ക് മീറ്ററുകൾക്ക് അപ്പുറത്ത് തന്നെ ഘോഷയാത്ര എത്തിയിട്ടുണ്ട്. അവിടെ സാവധാനമാണ് മുകളിലേക്ക് കയറി വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്ര ഇവിടേക്ക് എത്തും. 6 മണിക്കുള്ളിൽ തന്നെ സന്നിധാനത്ത് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സമയക്രമം പാലിച്ച് കൊണ്ട് തന്നെ ഘോഷയാത്ര മുന്നിട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ആ കാത്തിരിപ്പിന്റെ, പുണ്യ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ ഭക്തജനങ്ങളും. ഈ 18-ാം പടിക്ക് താഴെ, 18-ാം പടിക്ക് മുതലുള്ള 18-ാം പടി കഴിഞ്ഞിട്ടുള്ള നടപ്പന്തലുകളിൽ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെല്ലാം ബാലരാമവർമ്മ തമ്പുരാൻ, ചിത്രതിരുനാൾ ശ്രീ ബാലരാമവർമ്മ തമ്പുരാൻ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അദ്ദേഹമാണ് ഈ തങ്കയങ്കി 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചത്. അയ്യപ്പസ്വാമിയുടെ ഭക്തനായിരുന്ന ആ ജീവിതകാലം മുഴുവൻ അയ്യപ്പസ്വാമിയെ ഭജിച്ച് മാത്രം ജീവിച്ച ഓരോ ചരിത്ര മുഹൂർത്തങ്ങളും, അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള ചരിത്ര ദൗത്യങ്ങളെല്ലാം നിറവേറ്റുമ്പോഴും, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എല്ലാം അയ്യപ്പസ്വാമിയുടെ അനുവാദത്തോടുകൂടി മുന്നോട്ട് പോയ അയ്യപ്പസ്വാമിക്ക് ജീവിതം സമർപ്പിച്ച ആ ഒരു രാജാവാണ്, ഭരണാധികാരിയുടെ സമർപ്പണമായിരുന്നു ഈ തങ്കയങ്കി. 1971 അദ്ദേഹം ഈ തങ്കയങ്കി ശബരിമല ശാസ്താവിന് സമർപ്പിച്ചു. പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ആചാരപരമായി തന്നെ ഇത് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയും മണ്ഡലപൂജയും നടക്കുന്നു. ചിത്രതിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ, അദ്ദേഹത്തിന് ശബരിമല ക്ഷേത്രവുമായുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം, തിരുവിതാംകൂർ രാജവംശത്തിന് ശബരിമലയുമായിട്ടുള്ള ബന്ധം, ഇതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് എടുത്തു ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുകയാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയും എല്ലാം. ഒരു ഭക്തൻ, ഒരു പൂർണ്ണമായിട്ടും അയ്യപ്പസ്വാമിക്ക് വിധേയപ്പെട്ട് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിതം സമർപ്പിച്ച ആ ഭക്തന്റെ ജീവിത കാലയളവിൽ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച തങ്കയങ്കി, അതിൻ്റെ എല്ലാം ഒരു പ്രതിബിംബമായിട്ട് ഇന്നും ഇത് ആചാരപരമായിട്ട് പിന്തുടർന്നു പോരുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാൾ ചിത്ര ആട്ടവിശേഷമായിട്ട് ശബരിമലയിൽ നട തുറന്ന് ആചരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ഭക്തന് ശബരിമലയിൽ ഉള്ള പ്രാധാന്യം, അല്ലെങ്കിൽ ശബരിമല സ്വാമിയെ മാത്രം ഭജിച്ച് ജീവിച്ച ആ ഭക്തന് ഇപ്പോഴും ആചാരപരമായി നൽകുന്ന ആ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം, അതെല്ലാം ആണ് ഇപ്പോഴും ആ ചിത്ര ആട്ടവിശേഷ ദിവസം ശബരിമല നട തുറന്ന് പ്രത്യേക പൂജകൾ നടത്തുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ പ്രത്യേക പൂജകൾ ആ ദിവസം നടത്തിയിരുന്നു. അതിന്റെ പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചിത്ര ആട്ടവിശേഷ ദിവസം നട തുറന്ന് ഇപ്പോഴും ആചാരപരമായിട്ടുള്ള ആ പൂജാ വിധികളെല്ലാം നടത്തുന്നു എന്നുള്ളത്. ശബരിമല നട ഓരോ മാസപൂജയ്ക്ക് മാത്രമാണ് നട തുറക്കുന്നത്. പക്ഷെ അതിന് ഉപരിയായിട്ട് ഒരു ദിവസം, അദ്ദേഹത്തിന്റെ ജന്മദിവസം, ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ തമ്പുരാന്റെ ജന്മദിവസം നട തുറന്ന് അന്ന് പ്രത്യേക പൂജകൾ നടത്തുന്നു എന്നുള്ളത് തന്നെ തിരുവിതാംകൂർ രാജവംശവും ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ എന്ന ആ ഭക്തന്റെയും ശബരിമല അയ്യപ്പസ്വാമിയുമായിട്ടുള്ള ബന്ധത്തിന്റെയും അഭേദ്യമായ ബന്ധത്തിന്റെയും എല്ലാം ഉദാഹരണങ്ങളായി എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുകയാണ്. എന്തായാലും 420 പവൻ തൂക്കമുള്ള ആ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന, മണ്ഡലപൂജ, സർവാഭരണ വിഭൂഷിതനായിട്ട്
വിഭൂഷിതനായിട്ടുള്ള തങ്കയങ്കി വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് ദർശിക്കുന്നതിന് വേണ്ടിയുള്ള പുണ്യ സായുജ്യ നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പുകൾക്കാണ് ഇപ്പോൾ പരിസമാപ്തി ഉണ്ടാകുന്നത്. ഇനി ആ കാത്തിരിപ്പ് കഴിഞ്ഞ് അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഓരോ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്ന വീഥികളിലുള്ള വീടുകൾ, സ്ഥാപനങ്ങൾ, ഭക്തജന സംഘടനകൾ, അവരുടെ എല്ലാം ഒരു വലിയ ആഘോഷ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 4 ദിവസം. അവർ ആറ്റുനോറ്റി കാത്തു നിൽക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 4 ദിവസം. അത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മുതൽ സന്നിധാനം വരെയുള്ള ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായി. അല്പസമയത്തിനകം തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ദേവസ്വം മന്ത്രിയായിരിക്കും സ്വീകരിക്കുക. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് മിഥുൻ മുരളി.